ഇതിനകത്ത് ഭുവനേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഈ അഞ്ചുനാട് കോളനിക്കകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ കോളനിയാണ് അത്. അവർ പിന്നെ വേറെ പിന്നെ പാണ്ഡ്യ രാജാക്കന്മാരുടെ സ്ഥലത്തു നിന്നൊക്കെ സ്ഥലം വിട്ട് വന്നുണ്ടാക്കിയ ഒരു കോളനിയാണ്. ഒരുപാട് നമ്മളെ ഇവിടുത്തെ സംസ്കൃതിയേക്കാൾ വലിയ പഴക്കം ചെന്നതാണ് ഈ മറയൂർ. അങ്ങനെ വന്ന ഇവർ അതിലൊരാൾ ഈ ഭുവനേശ്വരൻ എന്ന് പറഞ്ഞ ഒരാൾ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞു വീടിൻ്റെ അകത്ത് ഇരുന്ന് അയാൾ കവിതകൾ എഴുതുക. എന്നിട്ട് അത് ഇന്ന് ട്യൂൺ ചെയ്ത് ആരെങ്കിലും കൊണ്ട് ഒരു ചെറിയ ഹാർമോണിയം പോലുള്ള സാധനം ഇട്ട് ട്യൂൺ ചെയ്ത് പാടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇയാളെ തേടി ആരെങ്കിലും വരുമെന്നോ ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല. ആ ജയൻ അയാളെ പോയി തപ്പി. ഞാനും പോയി അയാളെ കണ്ടിരുന്നു. ഞാനും പോയി അയാളെ കണ്ടു, തപ്പിയെടുത്തു. അയാൾ നോക്കുമ്പോൾ അയാൾ 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അയാളുടെ ഒരു പാട്ട്, അയാൾ പാടിയ പാട്ട് ഈ സിനിമയ്ക്കകത്ത് വരിക. അപ്പം നമുക്ക് കോൺട്രിബ്യൂട്ട് സിനിമയുടെ രാശി, കെമിസ്ട്രി, മനുഷ്യൻ മനസ്സിലാക്കാവുന്ന എങ്ങനെ ഇതിൻ്റെ ബോക്സ് ഓഫീസ് ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതിലേതൊക്കെ സാധാരണ മനുഷ്യരെ നമ്മൾ തൊട്ട് കടന്നുപോയി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഈ സാഹിത്യത്തിൽ വന്നുകൊണ്ട് എനിക്ക് ആകപ്പാട് അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കൊരു പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഇത്തരം ചില എലിമെൻസ് ആണ്.